ടെക് ഫോർക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു സ്പോട്ട് വെൽഡിംഗ് മെഷീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിലൊരു സ്പോട്ട് വെൽഡിംഗ് മെഷീൻ നിർമ്മിക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് 4 മോഡുണ്ട്. ഈ സ്വിച്ച് ഒന്ന് സെക്കൻഡ് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ മോഡ് മാറണം കാണാം. ഇപ്പോൾ 1, 2, 3, 4, 5ാമത്തെ ഓഫായി പോകും. അപ്പോൾ ഈ 4 മോഡിലെന്ന് വെച്ചാൽ വെൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പാർക്കിൻ്റെ വ്യത്യാസങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് അസംബിൾ ചെയ്യാനായിട്ട് ഇതിൻ്റെ ബോർഡ് ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഈ സ്ലീവ് നമുക്ക് വീഡിയോ കാണുന്ന പോലെ ഇതുമായിട്ടിട്ട് നമുക്ക് ചൂടാക്കാനായിട്ട് ഞാനിവിടെ സിഗരറ്റ് ലാമ്പാണ് എടുത്തുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വെൽഡിംഗ് മെഷീൻ്റെ ക്യാബിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ബോക്സാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സാണ്. ഈ ബോർഡിലെ കണക്ഷൻ നോക്കാം. ഈ ബോർഡിൽ പോസിറ്റീവും നെഗറ്റീവും. പോസിറ്റീവ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പോസിറ്റീവ് ഔട്ട് ഒരു കണക്ഷനാണ്, പോസിറ്റീവിൻ്റെ ഔട്ടും പോസിറ്റീവിൻ്റെ ഇന്നും ഒരേ കണക്ഷനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് കണക്ഷനും ഇന്ന് ഔട്ടും അത് വേറെ വേറെയാണ്. അങ്ങനെയാണ് ഈ ബോർഡിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഈ ബോർഡിൻ്റെ നെഗറ്റീവ് ഔട്ട്പുട്ട്, ഇതാണ് നെഗറ്റീവ് ഇൻപുട്ട്. എല്ലാം ഇതുപോലെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനൊക്കെ സിമ്പിളാണ്. ഇനി നമുക്ക് ഇതുമ്മൽ കപ്പാസിറ്ററും ബസറും തന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതുമ്മൽ സോൾഡർ ചെയ്യാം. വീഡിയോ ലെങ്ത് ആയ കാരണം ഞാൻ സോൾഡർ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടില്ല. കപ്പാസിറ്ററും ബസറും ഞാനിവിടെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണക്ഷൻ ആരംഭിക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഈ പോസിറ്റീവ് കണക്ഷൻ കണക്ട് ചെയ്യാം. റെഡ് വയർ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ കണക്ട് ചെയ്യുക. ഇതിൽ മെയിനായിട്ട് പോസിറ്റീവ് കണക്ഷനിൽ തന്നെയാണ് പോസിറ്റീവ് ഇന്നും വന്നിരിക്കുന്നത്. അതും ഒരേ കണക്ഷനാണ്. ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്ത് നെഗറ്റീവ് ഔട്ട്പുട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ചെറിയ നെറ്റ് ഉണ്ട്. നമ്മൾ നെറ്റ് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ കണക്ഷൻ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇൻപുട്ട്, പവർ സപ്ലൈ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഇനി ഇൻപുട്ടിൽ കൊടുക്കേണ്ട ഈ റെഡും ഈ ബ്ലാക്ക് വയറും നമുക്ക് ഈ കണക്ടറിൽ കണക്ട് ചെയ്ത് സോൾഡർ ചെയ്ത് വെക്കാം. അടുത്തായിട്ട് ഈ ബോർഡ് വെക്കുന്ന വയർ പുറത്തേക്ക് വിടുന്ന വശം ഇതുപോലെ ഹോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ബോർഡ് വെച്ചിട്ട് നമുക്ക് ഈ വയറുകളൊക്കെ പുറത്തേക്കിടാം.
ഇനി ഇൻപുട്ടിൽ കണക്ഷൻ കൊടുക്കാം. ഈ റെഡ് വയർ ഇൻപുട്ട് പ്ലസ് ആണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് പോലെ ഇതുപോലെ ബോൾട്ട് ഇട്ടിട്ട് നെറ്റ് ബോൾട്ട് ഇട്ടിട്ട് ഇതുപോലെ നല്ലവണ്ണം ടൈറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് നെഗറ്റീവ് വയറാണ്, അതും ഇൻപുട്ടാണ്. ഇൻപുട്ട് നെഗറ്റീവ് വയർ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ തന്നെ വോൾട്ട് നെറ്റ് ഇട്ടിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്തെടുക്കാം. ഇവിടെയാണ് 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ മൈനസാണ്. ഇനി വോൾട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡിജിറ്റൽ വോൾട്ട് മീറ്റർ വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ഓൺ ചെയ്യാൻ വേണ്ടി സ്വിച്ച് അതുപോലെ തന്നെ LED ഒക്കെ നമുക്ക് ഇതുമിൽ സെറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻ ആരംഭിക്കാം. ഇവിടെ ഇത് LED പോയിൻ്റാണ്. ഇവിടുന്ന് 2 വയർ എടുത്തിട്ട് സോൾഡർ ചെയ്തിട്ട് നമുക്കിവിടെ LED മിലേക്ക് കണക്ഷൻ കൊടുക്കാം. ഇനി വോൾട്ട് മീറ്ററിലേക്ക് കണക്ഷൻ കൊടുക്കാം. ഈ സ്വിച്ച് വെച്ചിരിക്കുന്നത് വോൾട്ട് മീറ്റർ ഓൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഈ വോൾട്ട് മീറ്ററിൻ്റെ കണക്ഷൻ കൊടുക്കാം. വോൾട്ട് മീറ്ററിൽ ഒരു റെഡും ഒരു ബ്ലാക്കും ഉണ്ട്. അത് പവർ സപ്ലൈ ആണ്. അതിൽ ഈ വെള്ള വന്നേക്കുന്നത് വോൾട്ട് മെഷർ ചെയ്യാനാണ്. അത് ഈ പോസിറ്റീവ് കണക്ഷനായിട്ട് കൂട്ടി ഇതുപോലെ കൂട്ടി ലൂപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ഈ സ്വിച്ച് മുകളിലേക്ക് കണക്ഷൻ കൊടുക്കാം. ഇത് ജസ്റ്റ് ഓൺ ആക്കാൻ വേണ്ടി മാത്രമാണ് ഈ സ്വിച്ച് വെച്ചിരിക്കുന്നത്. അതായത് ഡിസ്പ്ലേ ഓൺ ആക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് സ്വിച്ച് വെച്ചിരിക്കുന്നത്. ബാറ്ററിയിലത്തെ വോൾട്ടേജ് എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വോൾട്ട് മീറ്റർ വെക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കിത് ഓൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ബാറ്ററിയിലെ വോൾട്ടേജ് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് വയർ ഇതിൻ്റെ ഇൻപുട്ടിൽ, അതായത് ബാറ്ററി കണക്ട് ചെയ്യുന്ന ബാറ്ററിയുടെ മൈനസ് പോയിന്റിലേക്ക് ഇതുപോലെ ഇങ്ങനെ സോൾഡർ ചെയ്ത് വെക്കുക. ഇനി അതിനുശേഷം നമുക്ക് LED കണക്ഷൻ കൊടുക്കാം. ഇവിടെ കാണുന്നുണ്ട് LED പോയിന്റ്. ആ 2 വയർ എടുത്തിട്ട് LED കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഈ സ്വിച്ച് മുന്നേ 2 വയർ എടുത്തിട്ട് സോൾഡർ ചെയ്തിട്ട് ഈ റെഡ് സ്വിച്ച് മേലേക്ക് കണക്ഷൻ കൊടുക്കാം. ഇനി ഈ വയറുള്ളൊക്കെ ഒതുക്കി ഈ ബോർഡ് ഇതിലേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ച് മുന്നുള്ളൊരു കണക്ഷൻ എടുത്തിട്ട് ഇതിൻ്റെ പോസിറ്റീവ് ഇൻപുട്ടിലേക്ക് കൊടുക്കുക. 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ സ്വിച്ച് വഴി ഈ 12 വോൾട്ട് സ്വിച്ച് വഴി ഓണായിട്ട് ഈ വോൾട്ട് മീറ്റർ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് വെച്ചിരിക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ നമുക്ക് വോൾട്ട് മീറ്റർ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാറ്ററി ഒന്ന് കണക്ട് ചെയ്യാം. ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാറ്ററിയുടെ വോൾട്ടേജ് അറിയാൻ വേണ്ടിയിട്ട് സ്വിച്ച് ഓൺ ആക്കാം. 13.1 വോൾട്ട് ഉണ്ട്. അപ്പോൾ ഏകദേശം ബാറ്ററി ഫുള്ളാണ്. ഈ സ്വിച്ച് ഇനി ഓഫ് ചെയ്ത് വെക്കാം. ആവശ്യമുള്ളപ്പോൾ നമുക്ക് എത്ര വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഓണാക്കിയാൽ മതി. ഇനി നമുക്ക് സ്പോട്ട് വെൽഡ് ചെയ്ത് നോക്കാം. ഇങ്ങനെ
1 2 3 ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മോഡ് മാറും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സ്പോട്ട് ചെയ്യാം. വോൾട്ടേജ് കൂട്ടി സ്പോട്ട് ചെയ്യണമെങ്കിൽ വോൾട്ടേജ് കൂട്ടി സ്പോട്ട് ചെയ്യാം. കുറയ്ക്കണമെങ്കിൽ സ്വിച്ച് ഒന്ന് ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ മോഡ് മാറിക്കൊണ്ടിരിക്കും. നല്ല സ്ട്രോങ് ആയിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എല്ലാ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.